कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे കർക്കിടക വിശേഷങ്ങളിൽ മഹനീയമാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. ആചാരപരമായി കർക്കിടകവുമായി ചേർന്ന് നിൽക്കുന്ന ദിവസം. ഇന്ന് ആടിപ്പെരുക്കിൻ്റെ ദിവസമാണ്. എന്താണ് ആടിപ്പെരുക്ക്? ആ സങ്കല്പത്തെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. പക്ഷേ ഈ ദിവസം കർക്കിടകത്തിൻ്റെ എല്ലാ നന്മകളുമായി നമ്മെ വന്ന് സ്വാഗതം ചെയ്യുമ്പോൾ, നമ്മെ വന്ന് വിളിച്ചുണർത്തുമ്പോൾ, പാരായണത്താൽ കർക്കിടകത്തിൻ്റെ നന്മകളാൽ പ്രകൃതിയുടെ മേന്മകളാലെല്ലാം മുഖരിതമാകുന്നൊരു പ്രഭാതം ഏവരുടെയും ജീവിതത്തെ സന്തോഷപ്രദമാക്കട്ടെ എന്ന്, വിജ്ഞാനപ്രദമാക്കട്ടെ എന്ന പ്രാർത്ഥനകളോടുകൂടി ഈ ദിവസം ആരംഭിക്കാം. അമ്മയുടെ വാക്കുകൾക്കൊപ്പം ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. ആചാരത്തിൻ്റെ അടിത്തറ പ്രേമമാകണം. വെറുതെ ചടങ്ങിന് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതിൽ അർത്ഥമില്ല. എന്ത് ചെയ്യുന്നതും വിനയത്തോടും ഭക്തിയോടും ശുദ്ധിസങ്കല്പത്തോടും കൂടിയായിരിക്കണം. അച്ചടക്കമുണ്ടാകണമെങ്കിൽ വിനയവും കീഴ്വഴക്കവും വേണം. അമ്മയുടെ വാക്കുകൾ ചിന്തയിൽ ദീപം തെളിയിക്കട്ടെ. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ പാട്ടുകൾ, ട്രെയിലേഴ്സ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. കർക്കിടകത്തിൻ്റെ 18ാമത്തെ ദിവസത്തെ ആടിപ്പിറപ്പ് അഥവാ ആടിപ്പെരുക്ക് എന്ന പേരിൽ ആചരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. യഥാർത്ഥത്തിൽ ആടിപ്പെരുക്ക് ജലപൂജയാണ്. ജലത്തെ പൂജിക്കുവാൻ, ഒഴുകുന്ന നദിയെ പൂജിക്കുവാനുള്ള ദിവസമാണിത്. ഒഴുകുന്ന തീർത്ഥത്തിൽ സ്നാനം ചെയ്യുക എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ചടങ്ങ്. എന്നാൽ ഇതല്ലാതെ മഹനീയമായ മഹത്തരമായ മറ്റു ചില വിശ്വാസങ്ങൾ കൂടിയുണ്ട്.
ആടിമാസത്തെ വരവേൽക്കുക എന്ന് പറയുമ്പോൾ ആടി തുടങ്ങിയുള്ള ദക്ഷിണായനത്തിൻ്റെ തുടക്കം ദേവരാത്രികൾ. ആ രാത്രി തീരുന്നത് തൈ മാസം വരുന്നതോടുകൂടിയാണ്, തൈ പൊങ്കലോടുകൂടിയാണ് ആ ഒരു കാലം തീരുന്നത്. ഈ 6 മാസക്കാലത്തിൻ്റെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത് ആടിപ്പെരുക്കോടുകൂടിയാണ്. ആടി അഴയിത്താൽ തായ് തുടയ്ക്കും എന്ന് പറയും. അതായത് ആടിമാസത്തിൽ ദുഃഖങ്ങൾ വന്നാൽ തായ് മാസമാകുമ്പോഴേക്കും അത് മാറിക്കോളുമെന്ന് അർത്ഥമുണ്ട്. ഒരു തമിഴ് ചൊല്ലുണ്ട് അങ്ങനെ തന്നെ. ഏതായാലും ജലപൂജകൾ ചെയ്യുന്ന ഈ മാസം പച്ചൈ അമ്മൻ എന്ന ദേവിയാണ് കൂടുതൽ ആരാധിക്കുന്നത്. പച്ചൈ അമ്മൻ എന്നത് പേരിൽ തന്നെ പ്രകൃതിഭാവത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അന്നപൂർണേശ്വരി തന്നെയാണ്, വയലിൻ്റെ അമ്മ തന്നെയാണ്. വയലിൻ്റെ അമ്മയെ എങ്ങനെയാണ് ആരാധിക്കുന്നതെന്നല്ലേ? നവധാന്യങ്ങൾ മുളപ്പിച്ചിട്ടാണ് ആരാധിക്കുന്നത്. നവധാന്യങ്ങൾ മുളപ്പിച്ച മൺകുടങ്ങൾ തലയിലേന്തി സ്ത്രീകൾ ഈ ദിവസം ഘോഷയാത്ര നടത്തും. ഘോഷയാത്രയ്ക്ക് ശേഷം ഈ മൺകുടങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിവിടും. ഓർക്കുക, മൺകുടമാണ്, അതിലുള്ളത് ജലവും മുളച്ച ചെറിയ ചെറിയ വിത്തുകൾ, നവധാന്യങ്ങളും മാത്രമാണ്. ഇത് പുഴയിലൂടെ ഒഴുകി തീരങ്ങളിലേക്ക് ചെന്ന് അടിഞ്ഞ് അവിടെ മുളച്ച് കായ്ക്കുവാൻ തുടങ്ങും. ഇത് പണ്ടുകാലത്തെ ഒരു കൃഷിരീതി കൂടിയായിരുന്നു, ഒരു ജീവിത രീതി കൂടിയായിരുന്നു അത്. അങ്ങനെ നവധാന്യത്തെ പുഴയിലൊഴുക്കി പുഴയെ ആരാധിച്ചുകൊണ്ട്, ധാന്യത്തെ ആരാധിച്ചുകൊണ്ട്, അന്നപൂർണേശ്വരി ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ആടിപ്പെരുക്ക് എന്നറിയപ്പെടുന്ന ഈ ദിവസം. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും പൂർണ്ണതയിലേക്ക് എത്തട്ടെ എന്ന്, അതിനോടൊപ്പം പ്രകൃതിയെ ആരാധിച്ചുകൊണ്ടല്ലാതെ ഭാരതീയതയെ അറിയാനാകില്ല എന്ന്, ഹൈന്ദവികതയെ അറിയാനാവുകയില്ല എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് ഇന്നത്തെ രാമായണ പാരായണം ശ്രവിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ബാലി മരിച്ചതു കേട്ടൊരു താരയും ഓലോല വീഴുന്ന കണ്ണുനീരും വാർത്തു, ദുഃഖേന വക്ഷസി താഠിച്ചു താഠിച്ചു ഗദ്ഗദവാച പറഞ്ഞു പലതരം. എന്തിനെന്നെനിക്കു പുത്രനും രാജ്യവും, എന്തിനു ഭൂതലവാസവും മേ വ്യഥ. ഭർത്താവു തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർതൃകളേബരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെയേറ്റം വിവശയായി വീണിതു ചെന്നു പാദാന്തികേ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം. ബാണമെയ്തെന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥന്നു പൊറാ പിരിഞ്ഞാലിടോ. എന്നെ പതിയോടുകൂടെ അയക്കിലോ, കന്യകാദാന ഫലം നിനക്കും വരും. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതേ. വ്യഗ്രവും തീർത്തു രമയുമായി വാഴ്ക നീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം. ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ, ബന്ധമില്ലേതുമീതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാംസരക്താസ്തി കൊണ്ടെടോ. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്ക നീ, നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേൾ, അല്ലലുണ്ടായതോ നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ,
ദുഃഖവിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല, താപശീതാദിയുമില്ലെന്നറിക നീ. സർവകൻ ജീവൻ ഏകൻ, പരനദ്വയനവ്യയൻ, ആകാശതുല്യനലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യമായതു ജീവനും. ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്ക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ, യാതൊരളവു ദേഹേന്ദ്രി അഹങ്കാരഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനേ വിനിവർത്തിക്കയില്ലടോ. നാനാവിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ. ഇന്നത്തെ രാമായണ പാരായണത്തിൽ നാം ശ്രവിച്ചത് ശ്രീരാമൻ ഉപദേശിക്കുന്നത്, താരയെ ഉപദേശിക്കുന്നതാണ്. താര രാമായണത്തിൽ നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് താരയുടേത്. പലപ്പോഴും രാമായണത്തെ വിമർശിക്കുന്നവർ താരയെ ഒരു ഘടകമാക്കി വയ്ക്കാറുണ്ട്. താരയുടെ ജീവിതത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ പ്രധാനമായും ബാലിയെ ശ്രീരാമൻ നിഗ്രഹിക്കുവാൻ കാരണം സ്വന്തം സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയത് കൊണ്ടാണല്ലോ. സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കുന്നത് തെറ്റാണെങ്കിൽ സുഗ്രീവനും അതേ തെറ്റല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സുഗ്രീവൻ്റെ ഭാര്യയായും താര ജീവിച്ചുവല്ലോ. അങ്ങനെയെങ്കിൽ താര ഒരു യഥാർത്ഥ പതിവ്രതാരത്നമാണോ? പിന്നെ എങ്ങനെയാണ് താരയ്ക്ക് ശ്രീരാമനെ ശപിക്കാനായത് എന്നൊക്കെയാണ്. ഇതിനൊക്കെ ഈ സംശയങ്ങളൊക്കെ മാറ്റുന്നതിന് മുൻപ് താര എന്താണ്, ആരാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദിമ രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ താരയുടെ ജന്മത്തെക്കുറിച്ചും പറയുന്നുണ്ടത്രേ. ബൃഹസ്പതിയുടെ പുത്രിയായിട്ടാണ് താരയെ പറയുന്നത്. ബാലിയും സുഗ്രീവനും ഇന്ദ്രപുത്രന്മാരും, ഇന്ദ്രൻ്റെയും സൂര്യൻ്റെയും പുത്രന്മാരും. ഏതായാലും പാൽക്കടൽ കടയുന്ന സമയത്ത് ബാലിയുടെ സഹായം വേണ്ടി വന്നെന്നും ബാലി കടഞ്ഞ സമയത്ത് ഉയർന്നു വന്നത് താര, ആ താരയെ ദേവന്മാരെല്ലാം ബാലിക്ക് തന്നെ സമ്മാനമായി നൽകിയെന്നും അങ്ങനെ ഒരു ശക്തമായ ദേവന്മാരാൽ നിശ്ചയിക്കപ്പെട്ട ശക്തമായൊരു ബന്ധമാണ് ബാലിയും താരയും തമ്മിലുള്ളതെന്ന് ഒരു വിശ്വാസമുണ്ട്. ഇതല്ലാതെ മറ്റൊരു തരത്തിൽ പറയുന്നത് വാനര ഭിഷഗ്വരനായ സുഷേണൻ്റെ പുത്രിയാണ് താര എന്നുള്ളതാണ്. ഏതായാലും താര ബാലിയുടെ പത്നി തന്നെയാണ്. ബാലി ചെയ്ത തെറ്റെന്താണ്? സുഗ്രീവൻ്റെ പത്നിയായ റുമയെ സ്വന്തമാക്കി എന്നുള്ളതാണല്ലോ. സഹോദരൻ ജീവിച്ചിരിക്കുമ്പോൾ, സുഗ്രീവൻ ജീവിച്ചിരിക്കുമ്പോഴാണ് സുഗ്രീവനെ ഭയപ്പെടുത്തി അധികാരം ഉപയോഗിച്ച് ബാലി സുഗ്രീവൻ്റെ പത്നിയെ സ്വന്തമാക്കുന്നത്. അത് തെറ്റാണ്. പക്ഷേ വാനര സമുദായത്തിലും അതുപോലെ തന്നെ വാനര സമൂഹത്തിലും അതുപോലെ തന്നെ മനുഷ്യകുലത്തിലും ഒരു കാലത്ത് പണ്ടൊരു രീതി ഉണ്ടായിരുന്നു. ജ്യേഷ്ഠൻ മരിച്ചു പോവുകയാണ് എങ്കിൽ മരിച്ചുപോയ ജ്യേഷ്ഠൻ്റെ പത്നിയെ വിധവയാക്കാൻ വിടാതെ അനുജന് വിവാഹം കഴിക്കാമെന്നൊരു രീതിയുണ്ട്, അതൊരു നിഷ്ഠയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുഗ്രീവൻ താരയെ വീണ്ടും പത്നിയാക്കിയത് ബാലിയുടെ മരണത്തിന് ശേഷമാണ്. അപ്പോൾ അതൊരു നിലനിൽക്കുന്ന രീതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ താരയുടെ പാതിവൃത്യത്തിന് ഒന്നും സംഭവിക്കുന്നില്ല, ഭംഗം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു വിശ്വാസം. പതിവ്രതയായ താര യഥാർത്ഥത്തിൽ ശ്രീരാമദേവനെ ശപിക്കുന്നു കൂടിയുണ്ടല്ലോ. ആ ശാപം കൊണ്ടാണ് സീതാദേവിയെ വീണ്ടെടുത്തതിന് ശേഷം വീണ്ടും ശ്രീരാമന് സീതയെ നഷ്ടപ്പെടേണ്ടി വന്നത് എന്ന് പോലും വിശ്വാസമുണ്ട്. അത്രയ്ക്ക് പാതിവൃത്യം താരയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. എന്നാൽ താര എന്ന ഈ സങ്കല്പത്തെ നാം മനസ്സിലാക്കുന്നത്, താര എന്നത് വാനര നേതാവിൻ്റെ അല്ലെങ്കിൽ വാനര രാജാവിൻ്റെ പത്നിയായി മാത്രം കാണുക പോരാ നമുക്ക്. ഇന്ത്യൻ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മറ്റു പല വിശ്വാസങ്ങളും, അതായത് ജാപ്പനീസ് വിശ്വാസങ്ങളിലും അതുപോലെ തന്നെ ബാലി, ഇന്തോനേഷ്യയിലെ പല വിശ്വാസങ്ങളിലുമൊക്കെ താരയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദേവീ താര എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ദേവീഭാവം ബാലി സുഗ്രീവന്മാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ബാലി സുഗ്രീവന്മാർക്ക് ഈശ്വരന്മാർ, അത് ദേവന്മാർ ഒരു ത്രിശൂലം കൊടുത്തുവെന്നും ഒപ്പം താരയെ കൊടുത്തുവെന്നും അതിൽ താരയെ ബാലി ആദ്യം തന്നെ സ്വന്തമാക്കുകയാണ് ഉണ്ടായത് എന്നുമൊക്കെ വിശ്വാസങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് താരയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസങ്ങൾ. അപ്പോൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഭർത്താവ് ജീവിച്ചിരിക്കുക, അതായത് സഹോദരൻ ജീവിച്ചിരിക്കുക തന്നെ സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയത് കൊണ്ടാണ് ബാലി ചെയ്തത് തെറ്റായി മാറിയത്.
എന്നാൽ ഒരു രീതി, കുടുംബത്തിൻ്റെ രീതി അനുസരിച്ച് ജ്യേഷ്ഠൻ മരിച്ചാൽ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ സഹോദരന് സ്വന്തമാക്കാം എന്നുള്ളത് കൊണ്ട് സുഗ്രീവനും താരയും പിന്നീട് വിവാഹം കഴിച്ചത് തെറ്റല്ലാതായി മാറുന്നുവെന്നും രാമായണം പറയുന്നു. ഇത് കുടുംബ വ്യവസ്ഥകളെ അംഗീകരിക്കലാണ്. അതായത് ഓരോ കുടുംബ വ്യവസ്ഥകളിലുമുള്ള നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിനും അപ്പുറത്ത് അധർമ്മങ്ങൾ, മറ്റൊരാളെ വേദനിപ്പിക്കുന്ന അധർമ്മങ്ങൾ ചെയ്യരുത് എന്ന് രാമായണം വ്യക്തമായി പറയുന്നുവെന്ന് മനസ്സിലാക്കണം. അങ്ങനെ താരയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നത്തെ താരോപദേശം നാം ശ്രവിച്ചിരിക്കുന്നത്. കർക്കിടക മാസമാണ്. കർക്കിടകത്തിൻ്റെ പുണ്യം നിറഞ്ഞു നിൽക്കുന്ന, രാമചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്ര കാഴ്ചയാവാം ഇനി. ശ്രീരാമ തൃപ്രയാരപ്പ ശ്രീരാമ. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം പരമപുണ്യമായി കരുതുമ്പോൾ തൃശ്ശൂരിലെ അതിപ്രസിദ്ധമായ നാലമ്പലങ്ങൾക്കൊപ്പം തന്നെ കേരളത്തിന്റെ പല ഭൂമികളിലും നാലമ്പലങ്ങൾ പുരാതനമായ ഭാവത്തിൽ ഉയർന്നു നിൽക്കുന്നുവെന്ന് കാണാം. അതിൽ അതിപ്രാധാന്യത്തോടുകൂടി എടുത്തു പറയാവുന്നതാണ് കോട്ടയത്തെ നാലമ്പലങ്ങൾ. കോട്ടയത്തെ നാലമ്പലത്തിൽ ശ്രീരാമ സാന്നിധ്യമുള്ളത് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. ലക്ഷ്മണ സാന്നിധ്യം കുടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും. ഈ 2 ക്ഷേത്ര കാഴ്ചകൾ നാം കണ്ടുകഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഭരത ശത്രുഘ്നന്മാർ സാന്നിധ്യമായ അമനക്കരയിലേക്കും മേദിരിയിലേക്കും കടന്നു ചെല്ലാം. കോട്ടയത്തെ നാലമ്പലങ്ങളിൽ പ്രധാനപ്പെട്ട രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം നിലകൊള്ളുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാല കൂത്താട്ടുകുളം പോകുന്ന വഴിയിലാണ്. പാലയിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയുള്ള രാമപുരം എന്ന ദേശത്താണ് ഈ ക്ഷേത്രമുള്ളത്. രാമപുരത്ത് നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താം. കൂടപ്പുലം ക്ഷേത്രത്തിൽ നിന്ന് വീണ്ടും രാമപുരം കൂത്താട്ടുകുളം വഴിയെ യാത്ര ചെയ്യുമ്പോഴാണ് അമനക്കരയിൽ എത്തുന്നത്. ജീവിതം തന്നെ ദുഃഖമായവർക്ക് സാന്ത്വനമായി, ജീവിതം ചോദ്യചിഹ്നമായവർക്ക് ഉത്തരമായി, ജീവിതം വഴിമുട്ടിയവർക്ക് വഴികാട്ടിയായും ആശ്രയവുമായി. കഥയല്ലത് ജീവിതം. 1500 എപ്പിസോഡുകൾ പിന്നിട്ടു 7 വർഷമായി ജൈത്രയാത്ര തുടരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30. പ്രകൃതി മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് അമനക്കര. ആദ്യകാലത്ത് ഈ പ്രദേശം ഐമനക്കര എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രസിദ്ധമായ 5 മനക്കാരായിരുന്നു അക്കാലത്ത് ഈ ക്ഷേത്രത്തിന്റെ ഭരണകർത്താക്കൾ. ഇന്ന് പൂനം, പുതിയിടം, താമരമംഗലം എന്നീ 3 ഇല്ലക്കാർക്കാണ് ക്ഷേത്രത്തിന്റെ ഊരായ്മ സ്ഥാനമുള്ളത്. ശ്രീരാമനെയും ശ്രീരാമനോടൊപ്പം ലക്ഷ്മണനെയും ദർശിച്ച ശേഷം ഭരതസ്വാമിയെയും ശത്രുഘ്നസ്വാമിയെയും ദർശിക്കുവാനായി ധാരാളം ഭക്തർ ഇവിടേക്ക് എത്താറുണ്ട്. ഇവിടെ ഭരതസ്വാമിയുടെ ദർശനം പടിഞ്ഞാറോട്ടാണ്. കോട്ടയത്തെ നാലമ്പലങ്ങളുടെ ഒരു വലിയ പ്രത്യേകത ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും പരമശിവന്റെ പ്രതിഷ്ഠയുണ്ട് എന്നുള്ളതാണ്. അമനക്കരയിലും പരമശിവന്റെ സാന്നിധ്യം നമുക്ക് കാണാനാകും. അമനക്കരയിലെ ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായി ചതുർബാഹുവായ ശിലാവിഗ്രഹത്തെ കാണാം. തൊട്ടടുത്തായി ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. ശ്രീരാമൻ ലക്ഷ്മണ സമേതനായി കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ ഒരു കൂട നിറയെ ഫലം ശ്രീരാമന് കാഴ്ചവെക്കുകയും മധുരമേറിയ ഗുണമേറിയ ആ ഫലം കയ്യിൽ കിട്ടിയപ്പോൾ സഹോദരന്മാരായ ഭരതശത്രുഘ്നന്മാരെയും പിന്നെ അമ്മമാരെയും മനസ്സിലോർത്തുവത്രേ. ഈ സമയം ഭരത ശത്രുഘ്നന്മാർ ഈ വനപ്രദേശത്തേക്ക് എത്തുകയും അങ്ങനെയാണ് അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായത് എന്നും വിശ്വസിക്കുമ്പോൾ ശ്രീരാമൻ മനസ്സിൽ വിചാരിച്ചപ്പോൾ ശ്രീരാമന്റെ മാതാവ് വന്നു നിന്ന പ്രദേശം അമ്മ വന്ന കര എന്നറിയപ്പെടാനും കാലക്രമത്തിൽ അത് അമനക്കരയായി മാറുകയും ചെയ്തു. അമ്മ വന്നു നിന്ന കരയിലെ ക്ഷേത്രമാണ് അമനക്കര ഭരതക്ഷേത്രം. അഖില ജഗദവന പരനമലനരിനാശനൻ ശംഖചക്രാ
ഭരതസ്വാമിയുടെ അവതാരം മഹാവിഷ്ണുവിന്റെ ശംഖരൂപത്തിൽ നിന്നായതുകൊണ്ട് ഇവിടെ ശംഖപൂജയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മംഗല്യസിദ്ധിക്കായി തിരുവാട സമർപ്പണം വളരെ പ്രസിദ്ധമാണ്. മാത്രമല്ല, മുജ്ജന്മ ദോഷപരിഹാരത്തിനായി ഇവിടെ ക്ഷേത്രക്കുളത്തിൽ മീനൂട്ട് വിശേഷമായി കരുതുന്നു. ഈ ക്ഷേത്രക്കുളത്തിന് വേറെയുമുണ്ട് പ്രാധാന്യം. രാമപുരത്ത് ശ്രീരാമസ്വാമിയുടെ ആറാട്ട് നടക്കുന്നത് ഇവിടെ ഈ ക്ഷേത്രക്കുളത്തിലാണ്. ഇവിടെ പാതകപൂജയും നടത്താറുണ്ട്. വനത്തിൽ എത്തിയ ഭരതൻ തന്റെ ജ്യേഷ്ഠന് മുന്നിൽ എങ്ങനെയാണോ പ്രാർത്ഥിച്ചു നിന്നത്, അതേ ഭാവത്തിൽ, അപേക്ഷിക്കുന്ന ഭാവത്തിലാണ് ഇവിടെ ഭരതൻ സാന്നിധ്യമാകുന്നത് എന്ന് വിശ്വാസമുള്ളപ്പോൾ ശ്രീരാമൻ തന്നെ സമ്മാനിച്ച പാതകം പൂജ ചെയ്ത ഭരതന്റെ മഹത്വം പാതകപൂജയിലൂടെ വെളിവാകുന്നു. അമനക്കര ക്ഷേത്രത്തിനോട് തൊട്ടുചേർന്ന് ഒരു ഭദ്രകാളി ക്ഷേത്രവുമുണ്ട്. അവിടെ ഉപദേവതകളായി വനദുർഗയും യക്ഷിയമ്മയും ഗണപതിയും സർപ്പവുമുണ്ട്. അമനക്കരയിൽ നിന്ന് 3 കിലോമീറ്റർ വടക്ക് കിഴക്കായി സഞ്ചരിച്ചാൽ നമുക്ക് മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ എത്താം. കരിങ്കല്ലുകൊണ്ടുള്ള ക്ഷേത്രനിർമ്മിതിയാണ് ഇവിടെയുള്ളത്. പൂർണ്ണമായും ശിലാനിർമ്മിതമായ ശ്രീകോവിലുള്ള ക്ഷേത്രം എന്ന പെരുമ ഈ ക്ഷേത്രത്തിന് സ്വന്തമായുണ്ട്. കൊണ്ടമറുക്, പുനത്തിൽമന, ചെങ്ങഴിശ്ശേരി എന്നീ 3 മനക്കാർക്കാണ് ക്ഷേത്രത്തിന്റെ ഊരാൺമസ്ഥാനം ഉള്ളത്. ശ്രീകോവിലിൽ ശത്രുഘ്നസ്വാമി കിഴക്കോട്ടാണ് ദർശനമരുളുന്നത്. ഇവിടെയും ചതുർബാഹുവായ ശിലാവിഗ്രഹമാണ് എങ്കിലും യോഗി പ്രതിഷ്ഠാഭാവം കൂടി ഇവിടെ ഒത്തുചേരുന്നു. ഈ ക്ഷേത്രത്തിൽ ഉത്സവം പതിവില്ല എന്നതുപോലെ തന്നെ 12 വർഷം കൂടുമ്പോഴുള്ള നവീകരണ കലശം ഷടാധാര പ്രതിഷ്ഠയിലുള്ളതുപോലെ വേണമെന്നുമില്ല. ഒക്കത്ത് ഗണപതിയും ശിവനും ഒരേ ശ്രീകോവിലിൽ സാന്നിധ്യമാകുന്നുണ്ട്. കൂടാതെ നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും പ്രതിഷ്ഠയുമുണ്ട്. നാഗസാന്നിധ്യത്തിന് തൊട്ടരികിലായിട്ടാണ് കാക്കൂർ ഭഗവതി സ്ഥാനം കൊള്ളുന്നത്. ക്ഷേത്രത്തിന് നേരെ മുന്നിലാണ് ക്ഷേത്രക്കുളമുള്ളത്. മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ എത്തിയാൽ പോർക്കലി ഭഗവതിയുടെ ദേവസ്ഥാനം കൂടി നമുക്ക് കാണാനാകും. കൊണ്ടമറുക് ഇല്ലത്തിന്റെ പരദേവതയാണ് ശ്രീ പോർക്കലി ഭഗവതി. ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് പുരാതനമായ ഇല്ലം. ഇല്ലത്തിന്റെ ഈശാന കോണിൽ പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ പോർക്കലി ദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. സൽസന്താന സൗഭാഗ്യത്തിനുള്ള അനുഗ്രഹങ്ങളെല്ലാം നൽകുന്ന ശത്രുഘ്നസ്വാമി. ഇവിടെ സുദർശന ചക്രത്തിന്റെ സമർപ്പണത്തിനായി ചക്രപൂജയുണ്ട്. മേടമാസത്തിലെ രോഹിണിക്ക് ആറാട്ടുവരത്തക്ക വിധം കൊടിയേറി 6 ദിവസത്തെ ഉത്സവം ഇവിടെ കൊണ്ടാടുന്നു. കർക്കിടക പുണ്യത്തിന് പരമമായ പ്രാപ്തി നൽകുന്നു കോട്ടയത്തെ ഈ നാലമ്പല കാഴ്ചകൾ. ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം. ഇന്നത്തെ ഉദയാമൃതം ആടിപ്പെരുക്കിനെക്കുറിച്ചും പച്ചൈ അമ്മനെക്കുറിച്ചും വയല് കാക്കുന്ന അന്നപൂർണേശ്വരിയെക്കുറിച്ചും പറഞ്ഞു തുടങ്ങി. രാമായണ പാരായണത്തിൽ താരോപദേശം ശ്രവിച്ചു. അത് കഴിഞ്ഞ് താരയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അമ്മ വന്ന കരയായ അമനക്കരയിലെയും മേതിരിയിലെയും ക്ഷേത്രങ്ങൾ കാണുവാൻ സാധിച്ചു. മാത്രമല്ല, കോട്ടയത്തിലെ നാലമ്പലങ്ങളെക്കുറിച്ച് ഒന്ന് എടുത്തു പറയുവാനുള്ള അവസരവുമായി ഈ ദിവസം. അങ്ങനെ എല്ലാം കൊണ്ടും കർക്കിടക പുണ്യം നിറഞ്ഞു നിൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം നാം പറഞ്ഞ തത്വങ്ങളെ ഓർക്കുക. താര എങ്ങനെയാണ് ഭഗവാന്റെ വാക്കുകൾ കേട്ട് ഈ ശരീരമല്ല ശാശ്വതമായത് ആത്മാവാണ് എന്ന് തിരിച്ചറിഞ്ഞതും, അതുപോലെ ബാലി സുഗ്രീവൻ എന്നീ 2 സങ്കല്പങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനും ചില കാരണങ്ങളുണ്ട്. ബാലിയും സുഗ്രീവനും കാണാൻ ഒരുപോലെയാണ്. ഒരു തരത്തിലും അവരെ വേർതിരിച്ച് മനസ്സിലാക്കാനാകില്ല, അത്രയ്ക്ക് ഒരുപോലെയാണ്. പക്ഷേ ബാലിയിൽ അഹങ്കാരവും അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുവാനുമുള്ള പ്രേരണകളുണ്ടായിരുന്നു. സുഗ്രീവനിൽ അതില്ലായിരുന്നു. അതായിരുന്നു തമ്മിലുള്ള ഒറ്റ വ്യത്യാസം. നിസ്സഹായമായൊരു ഭാവത്തിലായിരുന്നു സുഗ്രീവനുള്ളത്, എന്നാൽ ശക്തിയുള്ള ഭാവത്തിലാണ് ബാലി ഉള്ളത്. ബാലിയിൽ അഹങ്കാരവും അഹമ്മതിയും ഉണ്ടായിരുന്നോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലിരിക്കുമ്പോൾ രാമൻ അണിയിച്ചു കൊടുത്തൊരു മാല കൊണ്ട് സുഗ്രീവൻ വ്യത്യസ്തനാകുന്നു. അതായത് ജീവാത്മാവ് എപ്പോഴും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ പരമാത്മ ചൈതന്യം നമ്മൾ ചില തിരിച്ചറിവുകൾ നടത്തുന്നുണ്ട്. അതൊരു മാല അണിയിച്ചിട്ടോ ഒരു പൊട്ട് തൊടുവിച്ചിട്ടോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ആ തിരിച്ചറിവുകൾ എങ്ങനെയാണ് നമ്മിലേക്കുണ്ടാകുന്നത്? മാല എന്ന് പറയുന്നത് പ്രത്യക്ഷാർത്ഥത്തിൽ ഒരു മാല ധരിക്കലല്ല. ഒരു മാല ധരിച്ചുവെന്നോ അല്ലെങ്കിൽ രുദ്രാക്ഷം ധരിച്ചുവെന്നുകൊണ്ടോ ഭസ്മമോ കുങ്കുമമോ ചന്ദനമോ തൊട്ടതുകൊണ്ടോ നമുക്ക് പരമാത്മാവിനെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇതൊന്നുമില്ലാതെ മനസ്സുകൊണ്ട് ചൈതന്യം കൊണ്ട് നമുക്ക് ഈശ്വരനെ അറിയാനാകും. അങ്ങനെ അറിയുവാനുള്ള നേരിയൊരു ശ്രമം സുഗ്രീവൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നതുകൊണ്ടാണ് ആ മാല അണിയുകയും സുഗ്രീവനിൽ നിന്ന് ബാലിയെ വേർതിരിച്ചറിയുവാനാവുകയും ചെയ്തത്. വേർതിരിച്ചറിയാനാകട്ടെ നമുക്ക് എല്ലാത്തിനെയും.
നമ്മിലുണ്ട് ബാലിയും സുഗ്രീവനും, നമ്മിലുണ്ട് രാമനും രാവണനും. ഇതാണ് രാമായണം എപ്പോഴും പറയുന്നത്. ഇതെല്ലാം നമ്മിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയെ ജയിക്കുവാൻ അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം, അതാണ് നമ്മുടെ ധർമ്മം. ഇന്നത്തെ ദിവസവും എല്ലാ നന്മകളും നേർന്ന് വിടവാങ്ങുന്നു. നമസ്കാരം. श्रीराम जय राम जय जय राम श्रीराम जय राम जय जय राम श्रीराम जय राम जय जय राम श्रीराम जय